ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റൈസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ചിക്കനും അതുപോലെ റൈസും കാണുമ്പം അത്ര മൊഞ്ചൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ അതെങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കണ്ട റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്. ഞാൻ UAE-യിലായതുകൊണ്ട് തന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് ഇങ്ങനെ പാക്കിലുണ്ടാവും. ബസ്മതി റൈസ് വേറെയാണ്, സെല്ല ബസ്മതി റൈസ് വേറെ കേട്ടോ. അപ്പം ഈ സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. റൈസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ സാധാരണ 1 കിലോ ചിക്കനിലോട്ടൊക്കെ 4 കപ്പ് മതിയാകും. അപ്പോൾ റൈസിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ കണക്കാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ റൈസ് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ടോ. ഒരുപാട് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യരുത് റൈസ്, അപ്പം വെള്ളം കുടിച്ചു പോകും റൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മിനിറ്റ്, അതിൽ കൂടുതൽ സോക്ക് ചെയ്ത് വെക്കേണ്ട. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ പുലാവ് എന്ന് പറയുമ്പം ചിക്കനും റൈസും എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പാത്രം ചൂടാക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് നെയ്യും അതുപോലെ തന്നെ ബാക്കി ഓയിലും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ നെയ്യ് മാത്രം എടുക്കുക. അതിലേതെങ്കിലും അങ്ങനെ എടുക്കുക. രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടും എടുക്കുക കേട്ടോ. അപ്പോൾ അത് ചൂടാക്കിയ ശേഷം അതിലോട്ട് 5 സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 കപ്പ് അരി എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 5 സവോള എടുത്തിട്ടുള്ളത്. സവോള നല്ലോണം സ്ലൈസ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അതുപോലെ സവോളയുടെ കളർ നല്ലോണം മാറണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി ഒന്ന് സോഫ്റ്റായി വന്ന സമയത്ത് ഞാൻ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കണം. സവോളയുടെ കളർ നല്ല ഡാർക്ക് ആവണം കേട്ടോ. അത് വരേക്കും കുക്ക് ചെയ്യണം, അത് മസ്റ്റാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയല്ല കേട്ടോ. അതിൽ നന്നായിട്ട് സവോള കുക്കാവണം. അപ്പോൾ സവോള അവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പുലാവിലോട്ടൊരു സ്പെഷ്യൽ ചേരുവകൾ ചേർക്കാനുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 1/2 കപ്പ് തൈരും, അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പുളിയാണ്. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ കുറച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് നല്ലോണം കട്ടിയുള്ള ഒരു തിക്ക് പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണിയിലോട്ടൊന്നും പുളിയൊന്നും ചേർക്കാറില്ലല്ലോ, പക്ഷേ പുളി ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം തൈരും പുളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. തൈര് 1/2 കപ്പും പുളി ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും, ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ എന്താ പറയുക, ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ സവോള വഴറ്റുന്നത് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സവോളയുടെ കളർ നല്ലോണം മാറി വരണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇനിയും ഇത് കളറ് മാറാനുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് വറുത്ത് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, അത് ഫ്രൈഡ് ഓണിയനൊക്കെ എടുത്ത് വെക്കുന്നവരാണെങ്കിൽ കുറച്ച് നെയ്യിൽ സവോള ഈ ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് ഗ്രേവി ആക്കി എടുക്കുക. അപ്പോൾ ഇനിയുള്ള സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാ സവോളയുടെ കളർ മാറി വന്ന ശേഷം ഞാനിതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി നിങ്ങൾ ഫ്രൈഡ് ഓണിയൻ കയ്യിലുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്, നല്ലൊരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവോളയുടെ കളർ കുറച്ചുകൂടെ മാറാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വല്ലാണ്ട് അതിന് സമയം കളഞ്ഞില്ല. ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മാറി വരികയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ റൈസിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ ഇതാ സവോളയും ഇതൊക്കെ നന്നായിട്ട് കുക്കായി. അതിന് ശേഷം ഞാനിതിലോട്ട് ഒരു 2 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ചോപ്പ് ചെയ്തതും, പിന്നെ പച്ചമുളക് 2 3 എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ എടുത്തോളൂ. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 ടീസ്പൂൺ എടുത്താലും കുഴപ്പമില്ല. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ അതിൽ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുള്ളൂ കേട്ടോ. തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അതിലിങ്ങനെ കഷ്ണങ്ങളൊന്നും കിടക്കാനൊന്നും പാടില്ല പുലാവിൽ.
നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു മസാല ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിരിക്കും നമ്മുടെ പുലാവിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പം ഈ മസാല നല്ലോണം കുക്കാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ അങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്നവരേക്കും നന്നായിട്ട് കുക്ക് ചെയ്യണം, എന്നാലേ നമ്മുടെ പുലാവ് നല്ല സൂപ്പർ ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മസാല കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കിലോ ചിക്കന് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവണം കേട്ടോ. ഒരു 70% ചിക്കൻ കുക്കാവണം. അതിന് ശേഷമാണ് നമ്മളിതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ മസാലയിലൊന്ന് ചിക്കനൊന്ന് കുക്കായിക്കോട്ടെ, നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പുലാവിൽ നമ്മുടെ ചിക്കൻ്റെ കളറുണ്ടല്ലോ അതൊരു വൈറ്റിഷ് കളറിലായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു മസാലയിലൊക്കെ കുക്കായതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും. ചിക്കൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാണാൻ അത്ര ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാട്ടോ ആ ചിക്കനും റൈസും ഒക്കെ കഴിക്കാൻ. ഇനി ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായ ശേഷം ഞാനിതിലോട്ട് നമ്മുടെ തൈരും പുളിയും അതുപോലെ ഗരം മസാലയും കൂടെയുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഓവർ കുക്ക് ആവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ പുലാവ് ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും കേട്ടോ. നമുക്ക് റൈസും കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം കേട്ടോ. ചിക്കന് ഈ ഒരു തൈരിൻ്റെ മിക്സിൽ നന്നായിട്ട് കുക്കാവാനുണ്ട്. അപ്പം ടേസ്റ്റ് നോക്കട്ടെ. ഇതിനിടയ്ക്ക് നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു മസാല കഴിക്കാൻ. എന്താ പറയുക, നമ്മളതിൽ പുളിയും തൈരും ഗരം മസാലയും കൂടി ഉള്ള ഒരു മിക്സ് ചേർത്തില്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ വെച്ചിട്ടാണല്ലോ റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ റൈസിലോട്ടും കൂടിയുള്ള ഉപ്പ് നമ്മളിതിലോട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പുളിയും ഉപ്പും കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ നമുക്ക് റൈസിൽ പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി വെള്ളത്തിൻ്റെ അളവാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ 5 കപ്പ് അരിയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 9 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു അരക്കപ്പോളം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഓൾറെഡി ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിള് വെള്ളം കണക്കാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1.5 കപ്പ് കുറച്ചെടുക്കുക. എത്രയാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒരു 1.5 കപ്പ് നമ്മൾ ഡബിൾ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 1.5 കപ്പ് കുറച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് തിളച്ച വെള്ളമാണ്. നല്ലോണം തിളച്ചിട്ടില്ല, എന്നാലും സാദാ വെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പം സാദാ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തിളയ്ക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം നമ്മൾ ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഇതുപോലെ മൊത്തത്തിൽ ഒരു 5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണമായിരിക്കും നമ്മുടെ റൈസിന്. പച്ചമുളകിൻ്റെ മണം നല്ലോണം വരും. നമ്മൾ നേരത്തെ അരി അവിടെ സോക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നു, നമ്മൾ സെല്ല ബസ്മതി റൈസ്. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷമാണ് സോക്ക് ചെയ്തിട്ടുള്ളത്. അത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അരിയിൽ ഇനി വെള്ളം കൂടാൻ പാടില്ല. കാരണം നമ്മൾ വെള്ളം പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കുക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം അങ്ങനെ ഏകദേശം തിളയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ലോണം തിളയ്ക്കാൻ കാത്തു നിൽക്കണ്ട. നല്ലോണം തിളയ്ക്കാൻ വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും ഈ ചോറ് കുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ അത്രയും നമ്മുടെ ചിക്കൻ അവിടെ കിടക്കുവാണ്. ചിക്കൻ ഒരു 70% വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. അപ്പം അരി ഇട്ട് കൊടുത്തു. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വേവ് ഏറിപ്പോവും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പുലാവ് ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഫസ്റ്റത്തെ തിള വരുന്ന സമയത്ത് ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ സിമ്മിൽ വെച്ചിട്ട്, സിമ്മിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാരണം അരിയിലോട്ടും കൂടിയുള്ള ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പുലാവ് ഇതവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ അരി അതിൽ കിടന്ന് വറ്റിച്ചെടുക്കുന്നതുകൊണ്ടാണ്. ചൂടോട് കൂടി കാണുമ്പോൾ വിചാരിക്കും വെള്ളം ഏറി പോയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. പുലാവിൻ്റെ
മെയിൻ പ്രശ്നം അതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ട് സെർവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊന്ന് ഡ്രൈ ആവണം, എന്നാലേ നമ്മളെ റൈസിലൊക്കെ ഓരോ ചോറിലും നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും നമ്മുടെ പുലാവിൻ്റെ. അപ്പം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൂടിയ മാതിരി തോന്നും. അതുപോലെ പ്ലേറ്റിലോട്ടും ഇങ്ങനെ പരത്തി വെക്കുകയാണെങ്കിൽ ഒന്ന് ഡ്രൈ ആവും, അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ആ സ്റ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ലാസ്റ്റ് ആ ഒരു കഴിക്കുന്ന മാത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കൂടി പോയെന്നൊക്കെയുള്ള ഡൗട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേജും കാണിച്ചു തരുന്നത്. ഇപ്പോൾ കണ്ടോ, ഒന്നുകൂടെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പരന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ പുലാവ് അടിപൊളിയായിട്ട് സെറ്റാവും. നല്ല സോഫ്റ്റാണ്, അതുപോലെ റൈസും നല്ല സോഫ്റ്റാണ്. റൈസൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. ആ ചിക്കൻ്റെ മസാലയും ചിക്കൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടിയായിട്ട് നല്ല ഫ്ലേവർഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ നിങ്ങൾ. ചിക്കൻ പുലാവ് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുളിയും തൈരും ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് മസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഒന്ന് കാണിച്ചു തരാം, കഴിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, റൈസിൽ പാകത്തിനുള്ള ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെയല്ലല്ലോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതായത് നമ്മുടെ റൈസ്, നമ്മളെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പുലാവാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റൈസ് വേറെ കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചിക്കൻ വേറെ കുക്ക് ചെയ്യാനൊന്നും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ഈ കാണുന്ന പോലെ ചിക്കൻ ഇങ്ങനെ ഒരു വൈറ്റ് കളറിലാണല്ലോ കിടക്കുന്നത്, പക്ഷെ അതുപോലെ അല്ല കേട്ടോ ടേസ്റ്റ്. നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ മസാല നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മസാലയൊക്കെ ചിക്കനിലൊക്കെ നല്ല ഫ്ലേവറാണ്. അപ്പോൾ എന്തായാലും ഈ റൈസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ പുലാവ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.